ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എങ്ങനെ അസർട്ടൈൻ ചെയ്യാം, എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മളൊരു പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇത്തരം തിയററ്റിക്കൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആരെയും കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷനിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അത് പ്രാക്ടിക്കലി അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. So this is the question. X Limited purchased a running business on 1st January 2016 from modern traders. X Limited was incorporated on 1st May 2016. The profit and loss account for the year ended 31/12/2016 is as under. So നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. സോ ഡെബിറ്റ് സൈഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. To rent, rates, insurance and salaries ₹6,000, directors sitting fees 1,800, preliminary expenses 2,450, carriage outward and selling expenses 2,750, interest paid to vendors 5,000, then net profit 60,000. So total debit balance 78,000. Then credit side, by gross profit 75,000, discount received ₹3,000. So total credit side 78,000. So this is the profit and loss account data, and also given some adjustments relating to this question. Following further information is available. First point, sales up to 30/4/2016 were ₹1,50,000 out of total sales of ₹7,50,000 of the year. The second one, purchases up to 30/4/2016 were ₹1,50,000 out of total purchases of ₹4,50,000 of the year. And third point, interest paid to vendors on 1/11/2016 at the rate of 12% per annum on ₹50,000 being purchase consideration. From the above information, prepare profit and loss account for the year ended 31/12/2016, showing the profit earned prior to and after incorporation, and also show the transfer of the same to the appropriate accounts. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വളരെ വിശദമായിട്ട് ക്വസ്റ്റ്യന് ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കണം. സോ വായിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യനിൽ ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം താഴെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സൊല്യൂഷൻ പാർട്ടാണ്. ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ കാണാനുള്ള നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതിൻ്റെ ഫോർമാറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പോലെ തന്നെ ഇവിടെ 3 കോളംസാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ 3 കോളംസും 3 എമൗണ്ട് കോളംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എമൗണ്ട് കോളം ടോട്ടൽ കോളാണ്. സെക്കൻഡ് എമൗണ്ട് കോളം എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ എമൗണ്ട് കാണിക്കാനും, തേർഡ് കോളം എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ എമൗണ്ട് കാണിക്കാനും. അപ്പോൾ അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഇത്രയും 3 എമൗണ്ട് കോളംസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏതിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ എക്സ്പെൻസസിനെയും നമ്മൾ അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലേ, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ ബേസിലാണെന്നുള്ളത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസിൻ്റെ ബേസിലാണെന്നുള്ളത്. അതേപോലെ ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ടുള്ള റെൻറ്റ്, സാലറി ഇതൊക്കെ നമ്മൾ ടൈം ബേസിസിലാണ് അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ പർച്ചേസ് എക്സ്പെൻസസ് പർച്ചേസിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ബേസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ
എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം? ടൈം റേഷ്യോ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെയിൽസ് റേഷ്യോ എത്രയാണ്, പർച്ചേസ് റേഷ്യോ എത്രയാണ്, ഈ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം റേഷ്യോ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് തുടങ്ങിയത് ഏത് മുതലാണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് അപ്പോൾ ഇവിടെ ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2016 ആണ്. അതായത് ജനുവരി 1 മുതൽ 31 ഡിസംബർ വരെയാണ് ഈ ഒരു അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ജനുവരി 1 മുതൽ 31/12/2016 വരെയാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് പീരിയഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് 1 മെയ് 2016 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ജനുവരി 1 തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്, പക്ഷേ ഈ ഒരു ബിസിനസ്സിന് ഇൻകോർപ്പറേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കുന്നത് 1 മെയ് ആണ്. അപ്പോൾ എത്ര ദിവസം വരുന്നുണ്ട്, എത്ര മാസം വരുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. അവിടെ എഴുതിയിട്ട് ഞാൻ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1/1/2016 ടു 30/4/2016 30/4/2016. കാരണം 4 എന്ന് പറഞ്ഞാൽ ഏപ്രിലാണ്. സോ നെക്സ്റ്റ് മന്ത് മെയിലാണ് എന്ത് ചെയ്തത്, നമ്മൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് മെയിലാണ് എന്ത് ചെയ്ത് ഈ ഒരു കമ്പനി രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏപ്രിൽ വരെ ഉള്ള പീരീഡ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1/1/2016 ടു 30/4/2016 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇങ്ങനെ 4 മാസമാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള പീരീഡ്, അതായത് 1/5/2016 ടു 31/12/2016. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 8 മന്ത്സ് വരും അല്ലേ. 8 + 4 12 മന്ത്സ്. അപ്പോഴാണ് ഒരു 1 ഇയർ ആവുക. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 മന്തും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 8 മന്തുമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4:8 എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ടൈം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ടൈം റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, 4:8 എന്നുള്ളത്. ഇനി നമ്മൾ കാണേണ്ടത് സെയിൽസ് റേഷ്യോ എന്താണെന്നില്ല. സെയിൽസ് റേഷ്യോ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് അപ് ടു 30/4/2016 വേർ 1,50,000 ഔട്ട് ഓഫ് ടോട്ടൽ സെയിൽസ് ₹7,50,000 ഓഫ് ദ ഇയർ. അപ്പോൾ ടോട്ടൽ സെയിൽസ് 7,50,000 ആണ്. സോ അതിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് അല്ല, അതാണ് പറയുന്നത് 30/4/2016 പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിനെയാണ് ജനുവരി ടു ഏപ്രിൽ 30 എന്ന് പറയുന്നത്. അപ്പം ആ സെയിൽസ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസാണ് 1,50,000 എന്ന് പറയുന്നത്. ടോട്ടൽ സെയിൽസ് 7,50,000 ആണ്. അപ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ ഇവിടെ കാണാൻ പറ്റും. വർക്കിംഗ് നോട്ടിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 7,50,000 ആണ്. സോ അതിൽ ഫസ്റ്റ് 4 മന്ത് അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസ് എന്ന് പറയുന്നത് 1,50,000. കറക്റ്റായിട്ട് അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1/1/2016 ടു 30/4/2016 1,50,000 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആയിട്ടുള്ള 8 മന്തിലെ സെയിൽസ് എന്ന് പറയുന്നത് 6 lakh ആയിരിക്കും. കാരണം ടോട്ടൽ 7,50,000 ആണ് സെയിൽസ്. സോ അതിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസ് 1,50,000 ആണെങ്കിൽ 7,50,000 ടോട്ടലിൽ നിന്ന് 1,50,000 പോയി കഴിഞ്ഞാൽ ബാക്കി 6 lakh ആയിരിക്കും എന്തെന്ന് പറയുന്നത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 1,50,000 6 lakh എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1:4 എന്ന് കിട്ടും. അപ്പോൾ അതാണ് 1:4 എന്നുള്ളതാണ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത്. ടൈം റേഷ്യോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, 4:8. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:2 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ മറ്റുള്ള വർക്കിംഗ് നോട്ടുകളാണ്. ഡയറക്ടേഴ്സ് ഫീസ്, പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ ഡയറക്റ്റ്ലി പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ അത് ഫുള്ളായിട്ട് നമ്മൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലേക്കാണ് കൊടുക്കുക. അതോടൊപ്പം തന്നെ കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. കാരേജ് ഔട്ട്വേർഡ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സെയിൽസ് റേഷ്യോയിലാണ് നമ്മൾ ഈ ഒരു കാരേജ് ഔട്ട്വേർഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ അതിൽ ഒന്നുകൂടി പറയുന്നത് ഇൻട്രസ്റ്റ് അക്രൂ ഓൺ ദി ബേസിസ് ഓഫ് ടൈം എന്ന് പറയുന്നത്, അല്ല ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ്, ഫസ്റ്റത്തെ നമ്മൾ ഐറ്റം തന്നിട്ടുള്ളത് റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ് ആൻഡ് സാലറീസ് എന്നുള്ളതാണ്. 6000 രൂപ. അപ്പോൾ ടോട്ടൽ 6000 രൂപയാണ് ഒരു വർഷത്തെ റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ്, സാലറീസ് എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെയും എക്സ്പെൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസിൽ പെട്ടതാണ്. ഫിക്സഡ് എക്സ്പെൻസസിൽ പെട്ടതാണ്. അതുകൊണ്ട് ഫിക്സഡ് എക്സ്പെൻസസ് നമ്മൾ അലോട്ട് ചെയ്യുക ടൈം റേഷ്യോൻ്റെ ബേസിലാണ്. അപ്പോൾ ടൈം റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് ടൈം റേഷ്യോ എന്ന് പറയുന്നത്? ടൈം റേഷ്യോ 1:2 ആണ് അല്ലേ? 1:2 ആണ് ടൈം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 1:2 നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ക്വസ്റ്റ്യനിലേക്ക് വരിക. അപ്പം റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ് ആൻഡ് സാലറീസ് ടൈം റേഷ്യോയിലാണ് നമ്മൾ അലോട്ട് ചെയ്യുക. അപ്പം 1:2 ആണ്. അപ്പോൾ ടോട്ടൽ 6000 ആണ്. സോ ഇതിനെ നമ്മൾ 1:2 ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 2000 പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 4000. അതായത് 6000 ഇൻറ്റു 1/3 നമുക്ക് 2000 കിട്ടും. അതേപോലെ തന്നെ 6000 ഇൻറ്റു 2/3 ചെയ്യുമ്പോൾ നമുക്ക് 4000 കിട്ടും. ഓക്കെ, അപ്പം ആ 6000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലേക്കും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഇനി അടുത്ത ഐറ്റം നമുക്ക് എടുക്കാം. അടുത്ത ഐറ്റം നമുക്കുള്ളത് ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീസാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില എക്സ്പെൻസസ് ഫുള്ളായിട്ട് നമ്മൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് അതേപോലെ തന്നെ അതും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലേക്കാണ് നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്. ആ വർക്കിംഗ് നോട്ടിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ആ രണ്ട് എക്സ്പെൻസ് ഡയറക്ടേഴ്സ് ഫീസ് നമ്മളവിടെ നോക്കേണ്ട, ടോട്ടൽ 1800 കൊടുത്തു. സോ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ 1800. സോ ടോട്ടലി നമ്മൾ എന്താണ്, അത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ വന്ന എക്സ്പെൻസ് ആയതുകൊണ്ട് ഫുള്ളി നമ്മൾ ആ ഒരു പീരീഡിലേക്ക് നമ്മൾ അലോട്ട് ചെയ്തു. പ്രിലിമിനറി എക്സ്പെൻസ് അതേപോലെ തന്നെ 2450 എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമ്മൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലേക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ പറ്റും കാരേജ് ഔട്ട്വേർഡ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് അല്ലേ? കാരേജ് ഔട്ട്വേർഡ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് 2750. ഇതെന്തായിട്ട് ബന്ധപ്പെട്ടാണ്? സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട സെല്ലിംഗ് എക്സ്പെൻസ് ആണ് ഈ ഒരു കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് സെയിൽസ് റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ സെയിൽസ് റേഷ്യോ? സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 1:4. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെയിൽസ് റേഷ്യോ 1:4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് പ്രകാരം 1:4 ആണ് നമുക്ക് കിട്ടിയുള്ള സെയിൽസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് നമ്മൾ കാരേജ് ഔട്ട്വേർഡ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ 1:4 എന്ന് കൊടുത്തു. സോ 2750 രൂപേനെ നമ്മൾ 1:4 ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ 550 കിട്ടും, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ 2200 കിട്ടും. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു വെൻഡേഴ്സ് 5000 എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു വെൻഡേഴ്സ് 5000. ഇതേ സംഭവം നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ വെച്ചാൽ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു വെൻഡേഴ്സ് ഓൺ 1/11/2016 at the rate of 12% per annum on ₹50,000 being purchase consideration. അപ്പം വെൻഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതുവരെ കൊടുത്തിട്ടുള്ളത്? 1/11/2016 വരെ. എന്ന് പറഞ്ഞാൽ നവംബർ 1-നാണ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ബിസിനസ് ക്ലോസ് ചെയ്യുക അക്കൗണ്ട് ഇയർ എൻഡ് എന്ന് പറയുന്നത് ഡിസംബറിലാണ്. അപ്പം ഒക്ടോബർ വരെയുള്ള 10 മാസം വരെയുള്ള ഇൻട്രസ്റ്റാണ് ഈ കമ്പനി കൊടുത്തിട്ടുള്ളത്. വെൻഡേഴ്സിന് 10 മാസത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 11, 12 അല്ലേ, ആ ലാസ്റ്റത്തെ 2 മാസത്തെ കൊടുത്തിട്ടില്ല. അപ്പോൾ 10 മാസത്തിനുള്ള ഇൻട്രസ്റ്റാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു വെൻഡേഴ്സ് ആണ് 5000 എന്ന് പറയുന്നത് 10 മാസത്തിനുള്ളതാണ്. ഓക്കെ, കാരണം അത് കൊടുത്തത് 1/11/2016 എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, അത് 10 മാസത്തിനുള്ളതാണ് എന്നുള്ളതാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടൈം ബേസിസിലാണ്, ടൈം റേഷ്യോയിലാണ് അലോട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ മന്ത് എന്ന് പറയുന്നത് ആകെ 10 മാസത്തിനാണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് 4 മന്ത്സ് എന്ന് പറയുന്നത്
എന്തായിരിക്കും? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ് അല്ലേ. ബാക്കി 10 മന്ത്സിൽ എത്ര ബാക്കിയുള്ളത്? 6 മന്ത്സാണ് ഉള്ളത് അല്ലേ. 4 മാസം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് പോയി കഴിഞ്ഞാൽ ബാക്കി 10 മാസത്തിൽ ഉള്ള ബാക്കി എത്രയാണ്? 4 മാസം പോയി കഴിഞ്ഞാൽ ബാക്കി 6 മാസമാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ടൈം റേഷ്യോ എന്തായിട്ട് മാറും? 4:6 എന്നുള്ള ഒരു പുതിയ ടൈം റേഷ്യോയിലാണ് നമ്മൾ ഇൻട്രസ്റ്റിനെ നമ്മളവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇതേ സെയിം സാധനം നമുക്ക് ഈ ഒരു വർക്കിംഗ് നോട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, ഇൻട്രസ്റ്റ് അക്രൂസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ബേസിസിലാണ് നമ്മളത് അലോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് 10 മന്ത്സിനാണ്, അതായത് ജനുവരി ടു ഒക്ടോബർ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ജനുവരി ടു ഒക്ടോബർ വരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മന്ത്സ് റിലേറ്റഡ് ടു പ്രീ ഇൻകോർപ്പറേഷൻ പീരിയഡ് ആൻഡ് 6 മന്ത്സ് ടു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരിയഡ്. ഹെൻസ് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 4:6. അങ്ങനെയാണ് പുതിയൊരു ടൈം റേഷ്യോ വന്നിട്ടുള്ളത് 4:6. സോ ഇതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 4:6. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ടു വെൻഡർ 5,000 ആണ്. സോ അതിനെ നമ്മൾ 4:6 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരിയഡിൽ 2,000ഉം പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരിയഡിൽ 3,000ഉം കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. നമ്മൾ അടുത്ത ഐറ്റം നോക്കാം. ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അത് നോർമലി നമുക്ക് എന്താണ് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ്. ഓക്കെ, അത് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. ഗ്രോസ് പ്രോഫിറ്റാണ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞതാണ്, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ സെയിൽസിൻ്റെ ബേസിലാണ് നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണ്. അപ്പം ഗ്രോസ് പ്രോഫിറ്റിന് നമ്മൾ 1:4 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ 75,000 ആണുള്ളത്. സോ 1:4 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരിയഡിൽ 15,000 കിട്ടും, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരിയഡിൽ 60,000 കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഐറ്റം എന്താ നോക്കാം. ഒരേ ഒരു ഐറ്റം കൂടി ഉള്ളൂ ക്രെഡിറ്റ് സൈഡിൽ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ₹3,000 എന്ന് പറയുന്നത്. ഓക്കെ, 3,000. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് പർച്ചേസ് മായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട്, പർച്ചേസ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ പർച്ചേസ് റേഷ്യോയിലാണ് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് റേഷ്യോ കാണണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പർച്ചേസസ് അപ് ടു 30/4/2016 വേർ ₹1,50,000 ഔട്ട് ഓഫ് ടോട്ടൽ പർച്ചേസസ് ഓഫ് ₹4,50,000 ഓഫ് ദ ഇയർ. അപ്പോൾ ടോട്ടൽ പർച്ചേസസ് 4,50,000 ആണ്. സോ അതിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരിയഡ് ഫസ്റ്റ് 4 മാസത്തെ പർച്ചേസ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. യെസ്, ഇവിടെ 7th one. ഓക്കെ, ടോട്ടൽ പർച്ചേസ് 4,50,000 ആണ്. അതിൽ 4 മാസം എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം 1,50,000. അപ്പോൾ ബാലൻസ് 4,50,000 നിന്ന് 1,50,000 പോയി കഴിഞ്ഞാൽ 3 lakh ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡായിട്ട് ബന്ധപ്പെട്ടുള്ള പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പം പർച്ചേസ് റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും. 1,50,000 3 lakh എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, അത് ഡിസ്കൗണ്ട് റിസീവ്ഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 1:2 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലാണ്. അപ്പോൾ 3,000നെ 1:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ 1,000 കിട്ടും, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ 2,000 കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇത്ര ഐറ്റംസ് ആണുള്ളത്. ഇത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ നമുക്ക് ടോട്ടൽ 78,000, പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ടോട്ടൽ 16,000 കിട്ടും, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ 62,000 കിട്ടും. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതുന്നു. ദെൻ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. സോ നെറ്റ് പ്രോഫിറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 60,000 ആണ്. സോ ആ ടോട്ടൽ 60,000ൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11,450യും അതേപോലെ തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,550 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റാണ്. അത് കമ്പനിക്ക് എന്ത് ചെയ്യാം? അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ കമ്പനിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ പ്രോബ്ലം.
എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണുക. അതോടൊപ്പം തന്നെ ഇത് ക്വസ്റ്റ്യൻസ് നോട്ടിൽ എഴുതിയിട്ട് ഇത് സ്വന്തമായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഇതുവരെ ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വിടുന്ന ഫ്യൂച്ചറിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത്. അപ്പം ഇത്രയും നേരം ഈ ഒരു വീഡിയോ കേട്ട് നിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.